നമസ്കാരം. ഒരുപാട് വേദനയോടുകൂടിയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. ഇടയ്ക്കൊക്കെ വിചാരിക്കും എന്തെങ്കിലുമൊക്കെ വീഡിയോ ചെയ്ത് കിടന്നു യൂട്യൂബിനകത്ത്, പക്ഷെ ഒന്നും നടക്കാറില്ല. പക്ഷെ ഈ വീഡിയോ ഞാൻ ചെയ്തില്ലെങ്കിൽ അദ്ദേഹത്തോട് ചെയ്യുന്ന ഒരു മര്യാദകേടായിരിക്കും, അല്ലെങ്കിൽ ഒരു നന്ദികേടായിരിക്കും. സലീം കുമാർ എന്ന അതുല്യ നടനെ പറ്റിയാണ് ഞാൻ ഇവിടെ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഈ ഒരു അന്ത്യയാത്രയിൽ ആദ്യമായി ഞാൻ പ്രണാമം അർപ്പിച്ചുകൊണ്ട് എൻ്റെ 2 വാക്ക് ഞാൻ പറയാതിരിക്കാൻ എനിക്ക് പറ്റത്തില്ല. അത് ഞാൻ പറയുകയാണ്. തോപ്പിൽ ചോപ്പൽ എന്ന സിനിമയുടെ ലൊക്കേഷനിൽ വെച്ചാണ് സലീം കുമാർ എന്ന അതുല്യ നടനെ ഞാൻ പരിചയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ കൂടെ 13 ദിവസം ഞാൻ കോട്ടയത്ത് ലൊക്കേഷനിലുണ്ടായിരുന്നു. 13 ദിവസം ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെയാണ് അഭിനയിച്ചത്. അതിനുശേഷം ആ ഷൂട്ടിംഗ് ഇടവേളകളിൽ അദ്ദേഹം പറയാറുണ്ടായിരുന്നു, കറുത്ത ജൂതൻ എന്നൊരു സിനിമ അദ്ദേഹം സംവിധാനം ചെയ്യുന്നുണ്ട്, അതിനകത്തൊരു വേഷം എനിക്ക് തരുമെന്നുള്ളത്. ലൊക്കേഷനിൽ വെച്ചാണ് അദ്ദേഹം അത് പറയുന്നത്. പക്ഷേ കാലങ്ങൾ കടന്നുപോയി, ഞാനത് മറന്നുപോയി. സിനിമയുടെ കറുത്ത ജൂതൻ എന്ന സിനിമയുടെ പൂജകൾ നടക്കുന്നു, ഷൂട്ടിംഗ് തുടങ്ങുന്നു എന്നൊക്കെ വാർത്തകൾ കാണുന്നുണ്ട്. പക്ഷെ എന്നെ വിളിക്കുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു, എല്ലാവരും ഇങ്ങനെയാണല്ലോ, പറഞ്ഞ വാക്കൊന്നും ആരും പാലിക്കാറില്ല. പ്രത്യേകിച്ച് അദ്ദേഹത്തെ പോലുള്ള ഒരു മഹാനടൻ അങ്ങനെയൊന്നും ആരും പാലിക്കാറില്ല ഒരിക്കലും. ഒരു കലാകാരനോട് അല്ലെങ്കിൽ ഒരു കലാകാരിയോട് ആരും ഒരു നീതിയൊന്നും പാലിക്കാറില്ല. പക്ഷെ ഒരു ദിവസം എനിക്ക് അദ്ദേഹം നേരിട്ട് എന്നെ വിളിക്കുകയാണ്. ബിന്ദു, പയ്യന്നൂരാണ് ലൊക്കേഷൻ, നേരിട്ട് എത്തണം, ഇത്രാം തീയതി തൊട്ട് ഇത്രാം തീയതി വരെ ഉണ്ടെന്ന് പറഞ്ഞു. എനിക്കൊരു അവാർഡ് കിട്ടുന്ന തുല്യമായിപ്പോൾ അദ്ദേഹം നേരിട്ട് എന്നെ വിളിക്കുന്നതും ലൊക്കേഷനിലേക്ക് ഞാൻ എത്തുന്നതും. ഒരു നല്ലൊരു വേഷം ആ ഒരു സിനിമയിൽ എനിക്ക് തന്നു. അദ്ദേഹത്തിൻ്റെ വാക്ക് അദ്ദേഹം പാലിച്ചു. ഒരു മഹാനടൻ എന്നതിലപ്പുറം ഒരു വലിയൊരു മനസ്സിൻ്റെ ഉടമയായിരുന്നു സലീം കുമാർ എന്ന ഒരു വ്യക്തി. അദ്ദേഹത്തോടെ എൻ്റെ എല്ലാവിധ സ്നേഹവും എല്ലാവിധ ആദരവും അർപ്പിക്കുന്നു. ഈ ഒരു ദിവസം ഒരു വലിയ പ്രണാമത്തോടു കൂടി